ഭൂമി വിതരണ ക്രമക്കേട് ആരോപണത്തിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് തിരിച്ചടി. സിദ്ധരാമയ്യയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവർണർ അനുമതി നൽകി. ക്രമവിരുദ്ധമായി സിദ്ധരാമയ്യയുടെ ഭാര്യ പാർവതിക്ക് ഭൂമി അനുവദിച്ചുവെന്നാണ് പരാതി. വിവരങ്ങളുമായി അരുൺ പൂപ്പറമ്പയാണ് ചേരുന്നത്. അരുൺ, സിദ്ധരാമയ്യയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഇപ്പോൾ അനുമതി ലഭിച്ചിരിക്കുന്നു. ഇനിയുള്ള നടപടി എന്താണ്? കാര്യങ്ങൾ എത്രത്തോളം നിർണായകമാണ്? ക്രിസ്റ്റീന, മൈസൂരു അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ഭൂമി വിതരണവുമായി ബന്ധപ്പെട്ട ക്രമക്കേടിലാണ് നിലവിലിപ്പോൾ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി ഗവർണർ അനുമതി നൽകിയിട്ടുള്ളത്. അതായത് 2021 മൈസൂരു അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി പാർവതിയുടെ, അതായത് സിദ്ധരാമയ്യയുടെ ഭാര്യ പാർവതിയുടെ ഒരു ഭൂമി ഏറ്റെടുത്തിരുന്നു. അതായത് ഈ മൂട എന്ന് പറയുന്ന നിലവിൽ ഈ അതോറിറ്റിയുടെ കീഴിൽ ഈ കാർഷിക ഭൂമി ഏറ്റെടുത്ത് വികസിപ്പിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് 2021 ഈ ഭൂമി ഏറ്റെടുത്തത്. അതിന് പകരമായി അതേ മൂല്യമുള്ള ഭൂമി പകരം നൽകുക എന്നതാണ് ഇതിന്റെ ഒരു ക്രമീകരണം. പക്ഷേ അതിന് പകരമായി നിലവിൽ ഈ സിദ്ധരാമയ്യയുടെ ഭാര്യയ്ക്ക് നൽകിയത് അതിനേക്കാൾ മൂല്യമുള്ള ഭൂമിയാണ്, അതായത് വാണിജ്യ ഭൂമിയാണ് എന്ന് നേരത്തെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്ന രാഷ്ട്രീയ ആരോപണം ഉൾപ്പെടെ ഉയർന്നു വന്നത്. ഇതിൽ സാമൂഹ്യ പ്രവർത്തകർ, ബംഗളൂരു സ്വദേശികളായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകർ നൽകിയിട്ടുള്ള പരാതിയിലാണ് നിലവിൽ ഇപ്പോൾ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി നിലവിൽ ഗവർണർ അനുമതി നൽകിയിട്ടുള്ളത്. നിലവിൽ ഈ കേസ് ഇപ്പോൾ ബംഗളൂരു പീപ്പിൾ റെപ്രസെന്റേറ്റീവ് കോടതിയിൽ കോടതിയുടെ പരിഗണനയിൽ കൂടിയുണ്ട്. എന്തായാലും നിലവിൽ മുഖ്യമന്ത്രിക്കെതിരെ കേസെടുത്ത് ചോദ്യം ചെയ്യലിലേക്ക് ഉൾപ്പെടെ മുന്നോട്ട് പോകാൻ എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയതിലൂടെ സാധിക്കും എന്നതാണ് നമ്മൾ എന്തായാലും മനസ്സിലാക്കുന്നത്. കർണാടക സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തിരിച്ചടിയാണ്. ഇതിനകം തന്നെ ഇതിലിപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള ആരോപണം, മുഖ്യമന്ത്രി രാജിവെക്കണമെന്നുൾപ്പെടെയുള്ള ആരോപണവും നിലവിൽ ഉയർന്നിട്ടുണ്ട്. ക്രമവിരുദ്ധമായി മുഖ്യമന്ത്രിയുടെ ഭാര്യയ്ക്ക് ഈ മൂട്ട അതോറിറ്റിയുടെ സ്ഥലം ഇത്തരത്തിൽ ക്രമവിരുദ്ധമായി നൽകി എന്നതാണ് നിലവിൽ ഇപ്പോൾ ഉയർന്നിട്ടുള്ള ആരോപണം. അതിലാണ് ഇപ്പോൾ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവർണർ അനുമതി നൽകിയിട്ടുള്ളത്. ശരി, കർണാടകയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് അരുൺ പൂപ്പറമ്പയാണ്.